എൻ്റെ വാപ്പ എനിക്ക് 3 വയസ്സാകുമ്പോൾ മരിച്ചു. അതിന് ശേഷം ഒരു കത്തി കയ്യിലുണ്ട്. അതിങ്ങനെ ഇരുന്ന് നിരങ്ങി അവിടെ എന്തെങ്കിലും ഒരു കൂവേ അല്ലെങ്കിൽ മറ്റെന്തോ പിന്നെ കുഴിച്ചിട്ടും കൊണ്ടാണ് പഠിച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 1957 നമ്മുടെ EMSൻ്റെ മന്ത്രിസഭ വരുന്നതും. അങ്ങനെ പരീക്ഷയിൽ 9 ആൾ വിജയിച്ചു. അതിലൊന്നാമൻ ഞാനായിരുന്നു. അത് 18 മാസം. ആ കോഴ്സും കഴിഞ്ഞാണ് ഞാൻ അന്തമാനിലോട്ട് യാത്ര. തുമ്പയിൽ നിന്ന് എന്നെ പിന്നെ അപ്രൻറ്റീസ്ഷിപ്പിന് തിരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്ത് ഇവിടെ കിടക്കുക. CM മൗലവി അബ്ദുറഹ്മാൻ മാഷുമാണ് ശരിക്കും MS സൈദലവി അജിയായിട്ട് മുട്ടിച്ചത്. എനിക്ക് അങ്ങനെ പാർട്ടി അറിഞ്ഞാൽ ഞാനേ അത് പറയണമെങ്കിൽ ശരിക്കും തുറന്നു പറയണമെങ്കിൽ ആ 100 ഉമ്മാൻ്റെയൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് ആ വലിപ്പം കേട്ടിയോടത്ത് സൊറ പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഫാമിലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നാടിന് മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ശരിക്കും ഈ നാട്ടുകാരല്ല അല്ലേ. നമ്മുടെയൊക്കെ പൂർവികരെ ആ ചരിത്രം ഒന്ന് ബാക്കിലോട്ട് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമൊക്കെ വേറെ നാട്ടിൽ നിന്ന് അവിടെ നിൽക്കാൻ പ്രയാസം കൊണ്ട് ഇങ്ങോട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന നാട്ടിലോട്ട് വന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെ വേറൊരു സ്ഥലത്ത് നിന്ന് അവിടെ നിൽക്കാൻ പ്രയാസപ്പെട്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടുകാരനായി നമ്മളെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുടെ പങ്കാളിയായിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് സൊറ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹം ആ വന്ന വഴികൾ പഴയ കാലഘട്ടത്തിൽ നിന്നും എങ്ങനെയാണ് ഈ നാട്ടിലേക്ക്, നമ്മുടെ ഇടത്തനാട്ടിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം അല്ലേ. ആദ്യം നമുക്ക് പരിചയപ്പെട്ടിട്ട് തന്നെ തുടങ്ങാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ഇടത്തനാട്ടുകര എന്ന ഈ ഒരു പ്രദേശത്തിലേക്ക് എത്തിയത് എന്നുള്ളതൊന്ന് പറയാം. എൻ്റെ പേര് മുഹമ്മദ് നാട്ടുകല്ലിങ്ങൽ. എൻ്റെ പൂർവികർ മലപ്പുറം ഭാഗത്ത് നിന്ന് കുടിയേറിയതാണ്. അതിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ചില ബന്ധങ്ങളുണ്ട്. എൻ്റെ ഒരു പിതൃ സഹോദരൻ്റെ മകൻ 14 വയസ്സുകാരൻ ബ്രിട്ടീഷുകാരുടെ കമ്പിയുടെ വെട്ടിമുറിച്ചൊരു കേസ് ആ കാലത്തുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ എൻ്റെ പിതാമഹനെ, അതായത് വാപ്പയുടെ വാപ്പ, വിളിച്ച് വളരെ രഹസ്യമായി ഈ മോനെ നിങ്ങൾ ഇവിടുന്ന് ബ്രിട്ടീഷുകാരെ കണ്ണിൽ പെടാതെ സംരക്ഷിക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ പിതാമഹനും വല്യമ്മയും ഈ മകനെയും കൊണ്ട് ആഞ്ഞിലങ്ങാടി പ്രദേശത്ത്, അക്കാലത്ത് വല്യമ്മയുടെ അനിയത്തി ഇവിടെ കുറുക്കം വകയിൽ ഉണ്ടായിരുന്നു. അവരുടെ സഹായം കൊണ്ടാണ് പിതൃ സഹോദരനെ പാർപ്പിച്ചത്. കേട്ടില്ലേ, ഇതെല്ലാവരുടെ കുടുംബത്തിലുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവും. നമ്മളൊക്കെ വല്യമ്മമാരെയും വല്യപ്പന്മാരെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും അതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഉപ്പാനെയും ഉമ്മാനെയെ കുറിച്ച് എന്താണ് ഓർമ്മകൾ? എൻ്റെ പിതാവ് മലപ്പുറത്ത് നിന്ന് കുടിയേറിയതാണ്. എൻ്റെ വാപ്പ എനിക്ക് 3 വയസ്സാകുമ്പോൾ മരിച്ചു. അതിന് ശേഷം വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ലെങ്കിലും എൻ്റെ മാതാവിൻ്റെ സംരക്ഷണയിലാണ് ഞാൻ വളർന്നത്. അത് വെറുതെ ഇരിക്കില്ലായിരുന്നു. മരിക്കണീൻ്റെ ഒരു 15 ദിവസം മുമ്പും ഒരു കത്തി കയ്യിലുണ്ട്. അതിങ്ങനെ ഇരുന്ന് നിരങ്ങി അവിടെ എന്തെങ്കിലും ഒരു കൂവേ അല്ലെങ്കിൽ മറ്റെന്തോ പിന്നെ കുഴിച്ചിട്ടും കൊണ്ടാണ്. അപ്പോൾ പട്ടിണി ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ചില ആൾക്കാർക്കൊക്കെ എൻ്റെ അമ്മ സഹായിച്ചിട്ടുള്ളതും കൊണ്ട്. പിന്നെ അവർ പറങ്കിമാവും തോട്ടം ഉണ്ടായിരുന്നു. അതിന് ഈ വേനൽക്കാലത്ത് കുറേശ്ശൊക്കെ കിട്ടും. അതുകൊണ്ട് എൻ്റെ സ്കൂൾ പഠനവും അതൊക്കെ അങ്ങനെ പോയിരുന്നു. ഒരു അതുമാതിരിയും പിന്നെ എൻ്റെ അമ്മക്ക് വേറെ ഇതുണ്ടായിരുന്നു, ഈ ഇഞ്ചി വരണ്ടൽ. അത് അന്ന് ആ കാലത്തൊക്കെ ജോലി പെണ്ണുങ്ങൾക്കുള്ള അതാണ്, ഇഞ്ചി വരണ്ട, നാറ് പറിക്കുക. അതിന് ഇഞ്ചി ഇവിടെ കുറേ ആൾക്കാരെ അത് പരിശീലിപ്പിച്ചിരിക്കണ എൻ്റെ അമ്മയാണ്. ഈ സൈദൽവിയൊക്കെ ആദ്യം ഇവരൊക്കെ ഈ പിന്നെ മലയിൽ ഇഞ്ചി ഉണ്ടാക്കിയിട്ട് അത്
ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഉമ്മാനെ വിളിക്കുക, എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അന്ന് പിന്നെ എൻ്റെ 3 അളാപ്പാരും, അതാണ് എനിക്ക് വലിയ ഈ പട്ടിണി ദാരിദ്ര്യം അറിയാതിരിക്കാൻ ഒരു കാരണം. കന്നിമാസത്തിലും ഈ നമ്മളെ 2 കൃഷിയുണ്ട്, 2 കൊയ്ത്ത്, കന്നി മകരം എന്നാണ് പറയുന്നത്. ആ കന്നിമാസത്തിൽ ഓരോരുത്തരും ഒരു 3 പറ നെല്ല് നമ്മളെ വീട്ടിലെത്തിച്ചു തരും. അങ്ങനെ ആ 2 ഇതിലും. അല്ല, പിന്നെ ഈ സ്കൂൾ പഠനമൊക്കെ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നമുക്ക്. നിങ്ങളെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 1957 നമ്മുടെ EMSൻ്റെ മന്ത്രിസഭ വരുന്നതും മഹാനായ CN അഹമ്മദ് മൗലവിയുടെ പരിശ്രമം മൂലം ഒരു ഓറിയൻ്റൽ ഹൈസ്കൂള് അദ്ദേഹം കരസ്ഥമാക്കി. അതിന് കാരണം അന്നത്തെ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ഭാസ്കര പണിക്കരും അഹമ്മദ് മൗലവിയുമായുള്ള പരിചയത്തിൻ്റെ മുകളിലാണ് ആ സ്ഥാപനം നമുക്ക് അനുവദിച്ച് കിട്ടിയത്. മുഴുവൻ കുട്ടികളും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൗലവിയും കുഞ്ഞമ്മ ഹാജിയും പോയി. അന്ന് ഒറ്റപ്പാലം DO ഓഫീസിലാണ്. അവിടെ പോയൊരു അനുവാദം വാങ്ങി. കുറേ ഇവിടെ നമ്മളെ പരിസരത്ത് ഈ മുജാഹിദ് പ്രസ്ഥാനം മൂലം കുറച്ച് ആൾക്കാരൊക്കെ എഴുതാനും വായിക്കാനും ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഈ പ്രായം അനുസരിച്ച് ഞങ്ങളൊരു പരീക്ഷ നടത്തി അതിൽ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അനുവാദം കൊണ്ടുവന്നു. അക്കാലത്ത് ആദ്യ 5ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരൊക്കെ അടുത്തുള്ള UP സ്കൂളിലും അലനല്ലൂരൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചേർന്നു. അങ്ങനെ അതിൽ ചേരാൻ കഴിയാതെ കുറേ മുമ്പ് മുതലേ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരെ കാട്ടിപ്പിടിച്ചാണ് ഫസ്റ്റിൽ ഇത് തുടങ്ങുന്നത്. അങ്ങനെ കുറേ ആൾക്കാരിരുന്നു. അതിൽ എൻ്റെ ഗുരുനാഥൻ മർഹൂം CH മൗലവി. എനിക്കാണെങ്കിൽ ആരും സഹായത്തിനുമില്ല. ആ സമയത്ത് ഒരു ദിവസം ഞാൻ മമ്മദൂനെ ഈ പരീക്ഷയ്ക്ക് ഇരുത്തുകയാണ്, നിങ്ങൾക്ക് എന്തേലും? എൻ്റെ ഒന്നുമില്ല. അങ്ങനെ ആ പരീക്ഷയിൽ 9 ആൾ വിജയിച്ചു. അതിൽ 1ാമൻ ഞാനായിരുന്നു. ആ പരീക്ഷ നടത്തിയത് അന്ന് പൊതുവിവരം കുറച്ച്, പിന്നെ അറബി ഓറിയൻ്റൽ ഹൈസ്കൂളാണല്ലോ. ആ സമയത്ത് ഈ അതിൽ ക്വസ്റ്റ്യൻ എനിക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു. അറബിയുമായിട്ടുള്ള ബന്ധം അതിൽ സൂറത്തുൽ ഫാത്തിഹ കാണാതെ അറിയുമെങ്കിൽ എഴുതുക, അറിയുമെങ്കിൽ അതിൻ്റെ അർത്ഥവും എഴുതുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പൊതുവിവരമാണ് ചോദിച്ചത്. അതിലിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 4 കണക്കാണ്. ഒരു കൂട്ടാനൊരു കണക്ക്, കിഴിക്കാനൊരു കണക്ക്, ഹരിക്കാനൊന്ന്, ഗുണിക്കാനൊന്ന്. ഈ 4 കണക്കും ഞാൻ ചെയ്തു. മറ്റേ പൊതുവിവരത്തിൽ എന്തൊക്കെ ഞാൻ എഴുതിയെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും റിസൾട്ട് വന്നു, 1ാമനായി പാസ്സായി. അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ മുഹമ്മദ് മാഷ് ഇപ്പോൾ ജീവിച്ചിരിക്കണേ, ഈ നമ്മളെ കരുവള്ളി അബ്ദുള്ള സാറ്, TP സാറൊക്കെ അതിൽ പെട്ടതാ. അങ്ങനെ ഈ പരീക്ഷ കഴിഞ്ഞു. ഞാൻ 4ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ആ കാലത്ത് LP സ്കൂളിൽ ഹെഡ് മാഷ് പറഞ്ഞു, എനിക്കത് തരാൻ പറ്റില്ല. ഇവിടുന്ന് 6ൽ ചേർക്കണമെങ്കിൽ 5ൽ പഠിക്കാതെ ഞാൻ എങ്ങനെ തരിക, അത് കഴിയില്ല. ഓനെ ഞാൻ സഹായിക്കാൻ ഞാൻ ഒരു എഴുത്ത് തരാം എന്നും പറഞ്ഞ് യത്തീങ്ങാനയുടെ അടുത്തൊരു സ്കൂളിലെ മാഷ്, അയാൾ പിന്നെ ഞാൻ വളരെ അന്വേഷിച്ച് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളിങ്ങനെ ഈ കുട്ടിയെ ഞാൻ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ടുണ്ട്, അവന് ഏകദേശം ഇത്ര വയസ്സാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് അതും കൊണ്ട് സ്കൂളിൽ ചേർന്നത്. അങ്ങനെ 41 വിദ്യാർത്ഥികളാണ് ഞങ്ങൾ സ്കൂളിൽ ചേർന്ന ആ കാലത്ത്. ആ 41 ചില തോറ്റു, അങ്ങനെ പോയി അവസാനം 11 ആളാണ് SSLC കഴിഞ്ഞ്. ആ SSLCയിൽ ഞങ്ങൾ 7 ആളാണ് ജയിച്ചത്. അതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ
കാലത്താണ് മലമ്പുഴ ITI തുടങ്ങുന്നത്. അത് 18 മാസം. ആ കോഴ്സും കഴിഞ്ഞാണ് ഞാൻ അന്തമാനിലോട്ട് യാത്ര. എൻ്റെ പിതാമഹനിൽ ഒരു മൂത്താപ്പ ഉണ്ടായിരുന്നു. മൂത്താപ്പാൻ്റെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഠനകാലത്തൊക്കെ എനിക്ക് ചെറിയ സഹായങ്ങളുമൊക്കെ തന്നിരുന്ന ആളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അക്കാലത്ത് മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് നല്ല ട്രേഡാണ് മലമ്പുഴ ITIയിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് വന്ന് 2 മാസം കഴിഞ്ഞ ഉടനെ നമ്മളെ വിക്രം സാരാഭായ് തുമ്പയിലാണ്. അവിടെ ഒരു അപ്രൻറ്റീസ്ഷിപ്പിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അക്കാലത്ത് ആ ഇൻ്റർവ്യൂവിന് പോകാൻ എങ്ങനെ പോവുക എന്നൊന്നും അറിയില്ല. അങ്ങനെ പോയി അവിടെ ഇൻ്റർവ്യൂ കൊടുത്തു. കഴിഞ്ഞ് വന്നു. ഒരു 2 മാസം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ അന്തമാനിലൊരു വിളിയല്ല, അന്ന് ഒരു കമ്പിയാണ്. അന്ന് കമ്പി വന്നു. ഉമ്മ എന്ത് പറഞ്ഞാലും വിടൂല, നിങ്ങൾ പോരേന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും ഉമ്മാൻ്റെ മനസ്സോടെ അങ്ങോട്ട് പോയി. ഇതിനിടയ്ക്ക് 3 മാസം കഴിഞ്ഞ ഉടനെ ഈ തുമ്പയിൽ നിന്ന് എന്നെ അപ്രൻറ്റീസ്ഷിപ്പിന് തിരഞ്ഞെടുത്തുകൊണ്ടില്ല കത്ത് ഇവിടെ കിടക്കുക. എന്താണ്, ആർക്കൊന്നും കാണിച്ചു കൊടുത്തില്ല, അമ്മ വിവരം അറിയില്ല. കുറേ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മാഷെ പോലുള്ള പൂർവികരായിട്ടുള്ള ഒരുപാട് ആളുകൾ. ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണ് അത് നിർബന്ധമായിട്ടും. അതിൽ പെട്ട ഒന്നാണ് ഞാൻ കേട്ടൊരറിവാണ് MES അല്ലേ. MESൻ്റെ ഒരു വലിയൊരു പ്രവർത്തന മേഖല ആയിരുന്നു ഇവിടെ. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ. CM മൗലവി അബ്ദുറഹ്മാൻ മാഷുമാണ് ശരിക്കും MES സയ്യിദ് അലി ഹാജിയായിട്ട് മുട്ടിച്ചിരുന്നത്. അതിൽ ആദ്യ കാലത്ത് MESൻ്റെ പ്രവർത്തനത്തിന് കാശൊന്നുമില്ലേ. ഇവിടെ വട്ടമല മൂപ്പർക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടിയ ഇന്നില്ല വരുമാനമൊക്കെ ആദ്യകാലത്ത് മൂപ്പരെന്നെ കൊടുത്തിരുന്നത്. ഈ എടത്തനാട്ട പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മാഷ് ശരിക്ക് അധ്യാപക മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസിൽ? എന്തൊക്കെയാണ് ആ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ? ജോലി ചേർന്നിട്ട് എനിക്ക് 30 കൊല്ലം. ഇവിടെ ആരും അധികം 30 കൊല്ലം കിട്ടിയത് ഇപ്പോൾ ഞാൻ, അബു മാഷ്, പിന്നെ അംസമാഷ്ക്കും നമ്മളെ VT അംസമാഷുണ്ടല്ലോ, അങ്ങനെയുള്ളൂ. അതിലിപ്പോൾ ശരിക്ക് പെൻഷനൊക്കെ കിട്ടണപ്പോൾ ഇവിടെ വലിയ ഹെഡ് മാഷായി പിരിഞ്ഞ ആൾക്കാരോളം കിട്ടുന്നുണ്ട്. അംസക്കും എനിക്കും അബുമാഷും ഞാനും. പിന്നെ എനിക്ക് ഈ അക്കൗണ്ടിൽ കുറച്ച് വിവരം ഉണ്ടാവുകൊണ്ടേ ഞങ്ങൾ ഈ ശമ്പള പരിഷ്കരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ബാക്കി ശമ്പളം ഉണ്ടാവും. കുറച്ച് പിന്നാമ്പറത്ത് തുടങ്ങിയാൽ കുറച്ച് ബാക്കി കിട്ടും. അപ്പോൾ അത് കിട്ടാതെ വാങ്ങാതെ നമ്മൾ കുറച്ച് മുമ്പിലേക്ക് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് മതി എനിക്ക് പരിഷ്കരണം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ പഴയ ശമ്പളം ഇത് ഇപ്പം കിട്ടുന്ന DM കൂട്ടിയാൽ കുറച്ചും കൂടി മുന്നിൽ. പക്ഷേ എൻ്റെ പെണ്ണുങ്ങളെ പണ്ടം പണയം വെച്ച് കൂടി ഞാൻ അങ്ങനെ അടച്ചു കേട്ടോ. അപ്പോൾ ആ കാലം വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഇപ്പം എന്താ ചോദിച്ചാൽ പെൻഷന് ഒരു 3000 സാധാരണത്തിലെ കിട്ടണിയിലേറെ ഒരു 3000 ഉറുപ്പ്യ എനിക്കും അബുവിൻ്റെ പിന്നാലെ കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് സംഘടിപ്പിച്ചെടുത്തു. മാഷ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് MESൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള കാലത്തൊക്കെ ശരിക്കും അതിൽ രാജൻ ഡോക്ടറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. എന്ത് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടത്തനാട്ടക്കാർക്ക് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം പോലെ അല്ല. വാഹന സൗകര്യങ്ങളൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നിരുന്നാലും ഈ MESൻ്റെ ഒരു ഹോസ്പിറ്റൽ അത് വലിയൊരു അനുഗ്രഹമായിട്ടും സഹായമായിട്ടും ഒരുപാട് വർഷങ്ങളോടെ അവിടെ നിലനിന്നിരുന്നതാണ്. ഇപ്പം അതില്ല. ഇപ്പോൾ ശരിക്കും ജീർണിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വല്ല ഓർമ്മകളും ചരിത്രങ്ങളും അതൊന്ന് വിശദീകരിച്ച് എന്തായാലും നിർബന്ധമായിട്ടൊന്ന് പറഞ്ഞു തരും. അബ്ദുറഹ്മാൻ മാഷ്, ജമാൽ മാഷ്, മുഹമ്മദ് മാഷ്, അബൂബക്കർ മാഷ്, ഞാനും ഉണ്ടായിൽ, ബക്കർ മാഷ്, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു
അതുണ്ടാക്കി ആ MSൻ്റെ മുമ്പാട്ടോ MYS പറഞ്ഞിട്ട് ഒരു സംഘടന, മുസ്ലിം യുവജന സംഘം. ഒരു 2-3 കൊല്ലം ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി മൂപ്പർക്ക് 30 ഉറുപ്പ്യ പെൻഷന്, ഞങ്ങൾ 5-6 ആൾക്കാർ കൂടി 5 ഉറുപ്പ്യ അങ്ങനെ കൊടുത്തിരുന്നു. അത് ഈ യുവജന സംഘം പിന്നെ അത് അങ്ങോട്ട് വിപുലീകരിച്ച് അങ്ങനെയായി. ഇതിനെന്തെങ്കിലും ഒരു മൂലധനം ഉണ്ടാക്കണമല്ലോ നമുക്ക് അറിഞ്ഞു. അങ്ങനെയാണ് അന്ന് പഴയ കാലത്ത് ആലപ്പുഴ MA അസീസാൻ പാർട്ടിൻ്റെ ഒരു കഥാപ്രസംഗം ഇവിടെ ഉണ്ടാക്കി. അന്നിപ്പോൾ ഇതിൻ്റെ ഈ തൊടുവിൽ ആരെ കുഞ്ഞേന്തിൻ്റെയിട്ടും ഈ ഇതിൽ പൂള കുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പറമ്പ് മാറി കിടക്കുക. അതിൽ പിന്നെ ഈ റോട്ടിൻ്റെ വക്കത്തായിട്ട് നമ്മൾ സ്റ്റേജൊക്കെ കെട്ടിയില്ല, കാശൊക്കെ പിരിച്ച് 700-750 ഉറുപ്പ്യറ്റാണ് ഇവർക്ക് ഇവിടെ വന്നു പോകാൻ, പിന്നെ കഥാപ്രസംഗക്കാർക്ക്. എന്നിട്ട് അന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ വെച്ച് അതങ്ങനെ അതിൽ കുറച്ച് കിട്ടി. അതിൽ ബീറക്കാക്കാൻ്റെ അടുത്ത് എന്നൊക്കെ അങ്ങനെ സോപ്പിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം മൂപ്പര് നമ്മളെ നിൽക്കണ അവിടെ തന്നു. അതുകൊണ്ടിപ്പോൾ ഒന്നും ആവില്ല അറിഞ്ഞു. പിറ്റേത്തെ കൊല്ലം പിന്നെ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൽ ആണ് പിന്നെ നടത്തിയത്. അപ്പോഴേക്ക് അതിന്ന് ഒക്കെപ്പാടെ കിട്ടിയാണ്ട് അന്ന് അത് 7 സെൻറ്റ്. പിന്നെ മൂപ്പര് ഇന്ന് അതും കൂടി നിങ്ങളാണ് ഇടിക്കുന്ന അറിഞ്ഞാണ്ട് എന്തോ ഒരു ഇതിനെ ലെവലാക്കിയിട്ട് അതും കൂടി നമുക്ക് തന്നു. അത് രജിസ്റ്റർ ചെയ്തൊക്കെ വാങ്ങി. അതങ്ങനെ ഉണ്ടാക്കിയതാണേ. അപ്പോൾ ഞങ്ങളിതിന് തർക്കട്ടോ, ഇതിപ്പോൾ ആസ്പത്രിമാരൊന്നുമല്ല ഉണ്ടാക്കിയത്, ഒരു ഹാളിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള എനിക്ക് ഉണ്ടാക്കിയതാണ്. അത് പിന്നെ അത് മേയാനൊക്കെ ആയപ്പോഴേക്ക് MES ഏറ്റെടുത്തു. അപ്പോഴേക്ക് MES ഒക്കെ ആയല്ലോ. അങ്ങനെ MESന് കൊടുത്താണ് അത്. അബൂക്കർ മാഷ് സെക്രട്ടറി ആയിട്ട് മൂപ്പരാണ് അത് ഇത് കൊടുത്തതേ, MESന് കൊടുത്ത്. പിന്നെ അത് അങ്ങനെ ഈ നാട്ടിലും അപ്പോഴേക്ക് ഈ പൂളകുത്തലും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഇപ്പോൾ ചെയ്തൽവേജിയാണ് ഒക്കെ കയറ്റിപ്പെടുന്ന ഏജൻസി. അപ്പോൾ ആ ഇതിൽ ഒരു തൂക്കം വരും. തൂക്കം എന്ന് പറഞ്ഞാൽ 20 കിലോ തിലാന്. അതിന് അന്ന് വളരെ ഇങ്ങനെ ഒരു 20 ഉറുപ്പ്യൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഓലയൊക്കെ നോക്കെ ഈ ഒരു തൂക്കത്തിന് 1 ഉറുപ്പ്യ വീതം ഇങ്ങനെ പിരിച്ചുണ്ടാക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയ കെട്ടിടാണ് അത്. വലിയൊരു അറിവാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു പരിപാടി കൊണ്ട്, കെട്ടിയോടത്ത് സൊറ പറയാമെന്നുള്ളൊരു പരിപാടി കൊണ്ട് എന്ത് കിട്ടി, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എന്ത് പ്രോഗ്രാം എന്ന് ചോദിക്കുന്നവർക്ക് ശരിക്കും വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു മറുപടിയാണ് മാഷിലൂടെ എനിക്ക് ഈ പറഞ്ഞ അറിവ്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പരിപാടിൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന, എന്താണ് ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് മാഷിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത് ശരിക്കും വേറെ എവിടെയെങ്കിലും നിന്നിട്ടൊന്നും എനിക്ക് വിവരം കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഈ കേൾക്കുന്ന എൻ്റെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ ഇതേപോലുള്ള അറിവുകൾ കിട്ടുക, കൊണ്ടേ കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ടുള്ള ഉദ്ദേശം. ഇനി വേറൊരു കാര്യം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടോ? ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ലേ, അറിയണ്ടേ? ഒന്ന് പറയാം മാഷേ. എനിക്ക് അങ്ങനെ പാർട്ടി അറിഞ്ഞാൽ ഞാനേ അത് പറയണമെങ്കിൽ ശരിക്കും തുറന്നു പറയണമെങ്കിൽ പിന്നെ അത് രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഇവിടെ കൊങ്ങശ്ശേരി ഒരു നിരാഹാര സമരം കിടക്കുകയുണ്ടായി. പഴയ ആൾക്കാർക്കറിയാം. അക്കാലത്ത് ഇയാൾ പിന്നെ കരുവാരുണ്ടിൽ നമ്മളെ അവിടുന്ന് ഇങ്ങനെ ജാഥ വരും. അന്ന് അവിടെയൊക്കെ ഇങ്ങനെ ഈ തൊഴിലാളി നല്ല ശക്തി പ്രാപിച്ച കാലമാണ്. ഓരോ തോട്ടത്തിൽ നിന്ന് ഓരോ ജാഥ ഇങ്ങനെ വരും. അങ്ങനെ ദിവസവും ഉച്ച തിരിഞ്ഞാൽ ഒരു 4 മണിക്ക് ശേഷം ഇവിടെ മൂച്ചിക്ക് നമ്മളെ മൈതാനത്ത് ഇയാൾ ഈ നിരാഹാരം കിടക്കണ അവിടെ വരും. അപ്പോൾ ഈ ജാഥ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞങ്ങളോട് പോരും. ഞാൻ അതിൻ്റെ പിന്നാലെ പിന്നെ ഈ ജാഥൻ്റെ ഒപ്പം ഇങ്ങനെ പോയി ഇവരെ പ്രസംഗം കേട്ട് അന്ന് തുടങ്ങിയതാണ് പിന്നെ ഒരു ചിന്ത. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാലം ലീഗ് വഹിക്കണു. ലീഗ് ആകെയല്ല, ലീഗിൻ്റെ പണിയെടുത്തു എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഇവിടെ എൻ്റെ നേരെ അന്ന് ഈ പിന്നെ അംസാക്കാൻ്റെ തുണിപ്പീടിയൊക്കെ ഉണ്ടായി. അതിൻ്റെ മുകളിൽ ലീഗിൻ്റെ ഒരു കൊടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആപ്പീസ്. ചീട്ട് കൊടുക്കാനുള്ളതുണ്ടല്ലോ ഓരോരുത്തർക്കും വീട്ടിൽ. പിന്നെ നമ്പറൊക്കെ കൊടുത്തിട്ട് അത് എഴുതുക. ഈ വോട്ടർ ലിസ്റ്റിൻ്റെയൊക്കെ തന്നിട്ട് മമ്മളാപ്പയാണ് അത് ഏൽപ്പിച്ചത് തന്നെ.
അതിൽ വന്ന് പിന്നെ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണതിനിടയിൽ ഒരു ജീപ്പ് അവിടെ വന്ന് നിന്നു, കൊടിയൊക്കെ വെച്ച്. അപ്പോൾ അത് ബാഫക്കി തങ്ങളാണ്. അതിൻ്റെ ഒപ്പം ഒരാളുണ്ട്, നമ്മൾ തോണിക്കടവ് മഹമ്മദ് ആക്കി. മൂപ്പർക്ക് ഇങ്ങനെ ഇവിടെ ഈ ചെത്തല്ലൂർ എവിടെ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അന്നിങ്ങനെ നേതാക്കൾ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഒരു അനൗൺസ്മെൻറ്റും ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ അത് വന്നു. അപ്പോൾ ഇത് എങ്ങനെ ഏതാ പിന്നെ ആക്കണീൻ്റെ അടിയിൽ പിന്നെ അതിൻ്റെ മുകളിൽ കയറി വന്നു. സലാം പറഞ്ഞു. വേറെ ആരും ഇവിടെ ഇല്ല ചോദിച്ചു. ഞാനും സലാം മടക്കി. ആരുമില്ല. തങ്ങൾ എനിക്കൊരു 100 റുപ്യയായി അതിൻ്റെയൊക്കെ തന്നു. എന്നാൽ അതൊക്കെ നേരെ നടത്തട്ടോ പറഞ്ഞു. അതിൽ തോണിക്കടവനാണ് ഇതിൻ്റെ ആൾ. അന്നേരം മൂപ്പര് അപ്പം തന്നെ പോവുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എളാപ്പ വന്നു. അപ്പോൾ എളാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെ 100 റുപ്യ എനിക്ക് തന്നിക്കുന്നു. അന്നജ്ജ് അജ്ജെടുത്തു പറഞ്ഞു. അന്ന് 100 റുപ്യ പറഞ്ഞാലേ ഒരു പിന്നെ പുരുഷന് 2 റുപ്യ കൂലി, വലിയ കൂലി. പെണ്ണുങ്ങൾക്ക് 1 റുപ്യ. ആ 100 റുപ്യൻ്റെ ഉമ്മാൻ്റെയൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് ആ വലിപ്പം നമ്മളെ കുഞ്ഞമ്മക്ക, അംസപ്പ ഓലൊക്കെ ലീഗിൻ്റെ ആൾക്കാരായിരിക്കും. അതിന് പിന്നെ കാശും ഇതൊന്നുമില്ല. ഒപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് പണിയൊക്കെ എടുത്ത് ഈ എഴുത്തുകുത്തുകളാണ് അന്നും എനിക്ക്. കോൺഗ്രസ്സുകാരൻ്റെ ആ ഒരു ഇത് ആശയമായിട്ട് കുറച്ച് കാലം ഞാൻ നടന്നു. പിന്നെ അതും വേണ്ട, പിന്നെ ഇടതുപക്ഷത്തോടായി എൻ്റെ ഒരു ചായ്വ്. അത് ഒരു കഴിഞ്ഞ വർഷം വരെയും അതുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ പോക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മാത്രമല്ല അടുത്ത എപ്പിസോഡ് മാഷ രസകരമായിട്ടുള്ള അന്തമാൻ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു നിർത്തിയാണ്. അന്തമാനിലേക്കൊരു യാത്ര പോയി. അത് വലിയൊരു യാത്രയായിരുന്നു അല്ലേ മാഷെ? അപ്പോൾ അതിൻ്റെ കഥകളാണ് അടുത്ത എപ്പിസോഡിൽ. ഏതായാലും കാത്തിരിക്കുക. മാത്രമല്ല മാഷ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളതും കുറേ മാഷെക്കുറിച്ച് ഒരുപാട് നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്ത കുറേ സംഭവങ്ങളുണ്ട് ഇല്ല മാഷെ? ആരോടും ഒന്നിനും പോകാതെ സ്വന്തം അല്ലേ? എനിക്ക് വേറൊരു കാര്യമുണ്ട്. എന്താ പറയുക, നമ്മളെല്ലാവരെയും സ്നേഹിക്കുള്ളൂ. എനിക്ക് ഒരിക്കലും എന്തെങ്കിലും വാക്കുകൊണ്ടോ ഇതുകൊണ്ടോ ഞാൻ വെറുക്കൂല. പക്ഷേ ഓലേറ്റവും വലിയ അടുപ്പം കാണിക്കൂല എന്നുള്ളൂ. ഓൻ എന്തേലും ആയിക്കോട്ടെ, ഓൻ്റെ കാര്യം. നമ്മളിപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരാളേറ്റ് ഒരിക്കലും ഒരു വെറുപ്പ് ആരതും സമ്പാദിച്ചിട്ടില്ല. ആ ഒരു ഇതുള്ളൂ എനിക്ക്.